വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ്. ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു. കൂടാതെ +1, +2, കൊമേഴ്സ്, ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ്. 5 മുതൽ +2 വരെയുള്ള സ്റ്റേറ്റ് CBSE വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് സിൻസ് 1960. ബസ് സ്റ്റാൻഡിന് സമീപം ചേലക്കര. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 11, 13 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തലശ്ശേരി സെന്ററിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PS ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ തലശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗത്തിന് 11 വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൾ സലാം, മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഷാദ് തലശ്ശേരി, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 11 വാർഡ് മെമ്പർ നസീറ സുധീർ, അൽഹസ OICC വൈസ് പ്രസിഡന്റ് അർഷാദ് തലശ്ശേരി, INTUC മണ്ഡലം പ്രസിഡന്റ് ഹക്കീം തലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 17ാം ബൂത്ത് പ്രസിഡന്റ് നൌഷാദ്, ഹമീദ് തലശ്ശേരി, CM അബ്ബാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അങ്ങനെ പട്ടിണി സമരം 14ാം ദിവസത്തേക്ക് പിന്നിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് സുധാകരനും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ന്യായമായ സമരമാണ്, അവകാശങ്ങൾക്കുള്ള സമരമാണ്. ഈ സമരത്തിന് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ പൂർണ്ണ പിന്തുണ ഈ ആശാ വർക്കർമാർക്ക് ഉണ്ടാവും. അതിൻ്റെ 1ാം ഘട്ട സമരത്തിൻ്റെ പിന്തുണയാണ് തലശ്ശേരിയിൽ ഇന്ന് അരങ്ങേറിയിട്ടുള്ളത്. തുടർന്നും ഈ സമരത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാവും. ഈ സമരത്തിന് പങ്കെടുക്കാൻ വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടി വന്ന മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവരുടെ സമ്മതപ്രകാരം ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം.